2021-22 സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ. അന്ന് മത്സരിക്കുന്നത് ബാർസയും ഫ്രാങ്ക്ഫർട്ടും തമ്മിലായിരുന്നു. ആദ്യ ലെഗിൽ 1-1 എന്ന സ്കോറിൽ സമനിലയിൽ പിരിഞ്ഞപ്പോൾ രണ്ടാം ലെഗിൽ ബാർസയുടെ സ്വന്തം മൈതാനത്ത് ക്യാമ്പിനോവിൽ ഫ്രാങ്ക്ഫർട്ട് ബാർസലോണയെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുന്നു. സത്യം പറഞ്ഞാൽ അതൊരു ഞെട്ടിക്കുന്ന തോൽവിയായിരുന്നു. അന്ന് ബാർസ ആരാധകരൊക്കെ നിരാശയിലായിരുന്നു. ബുണ്ടസ് ലീഗ ക്ലബായ ഫ്രാങ്ക്ഫർട്ട് ബാർസലോണയെ അന്ന് അട്ടിമറിച്ച് സെമിയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ ഇന്നിതാ 2025 സീസണിലും ഒരു ഫ്രാങ്ക്ഫർട്ട് ബാർസലോണ മത്സരം വീണ്ടും ക്യാമ്പിനോവിൽ വരികയാണ്. അന്ന് ബാർസലോണയെ പരാജയപ്പെടുത്തിയതിന് ഒരു ചെറിയ പ്രതികാരം വീട്ടാൻ ബാർസലോണയ്ക്കിന്ന് അവസരം കിട്ടിയിരിക്കുകയാണ്. അതും അതേ വേദിയിൽ. ബാർസലോണയെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗിൽ മോശം റിസൾട്ട് തന്നെയാണ്. PSG-യോടും അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ചെൽസിയോടും അവർ നാണം കെട്ട് പരാജയപ്പെട്ടു. ഈ പരാജയങ്ങളൊക്കെയും എവേ മത്സരത്തിലാണെങ്കിൽ പോലും ബാർസലോണക്ക് അത് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. എന്നാൽ ലാലിഗയിൽ ബാർസലോണ ഇപ്പോൾ ടേബിൾ ടോപ്പേഴ്സ് ആണ്. നല്ല പ്രകടനമാണ് അവിടെ ബാർസലോണ നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ മത്സരം തുടങ്ങുകയാണ്. റാഫീഞ്ഞയും പെഡ്രിയും ഒക്കെ തിരിച്ചെത്തിയിരിക്കുന്നു. മത്സരത്തിന്റെ 9-ാം മിനിറ്റിൽ റാഫീഞ്ഞയുടെ ക്രോസിൽ ലെവൻഡോസ്കി ഗോൾ സ്കോർ ചെയ്തെങ്കിലും റഫറി ഓഫ്സൈഡ് ഫ്ലാഗ് ഉയർത്തി. എന്നാൽ മത്സരത്തിന്റെ 20-ാം മിനിറ്റിൽ ഫ്രാങ്ക്ഫർട്ട് ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ഗോൾ നേടുന്നു. ബാർസ ഡിഫൻസിനെ തച്ച് തകർത്തുകൊണ്ടായിരുന്നു അവർ ആ ഗോൾ നേടിയത്. ബാർസ സ്വന്തം മൈതാനത്ത് ഒരു ഗോളിന് പിന്നിൽ നിൽക്കുകയാണ്. ഒരു നിമിഷം 2022-23 സീസൺ ആവർത്തിക്കുമോ എന്ന് മനസ്സിൽ ആരാധകർ ചിന്തിച്ചു കാണണം. വീണ്ടും അതേപോലെ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ മത്സരത്തിന്റെ 45-ാം മിനിറ്റിൽ ഫ്രാങ്ക്ഫർട്ട് രണ്ടാമത്തെ ഗോൾ നേടിയെന്ന് വിചാരിച്ചതാണ്. എന്നാൽ ബാർസലോണ രക്ഷപ്പെട്ടു പോകുന്നു. എന്നാൽ ഹാഫ് ടൈമിന് ശേഷമുള്ള 49-ാം മിനിറ്റിൽ ഇടത് വിങ്ങിൽ നിന്ന് റാഷ്ഫോർഡിന്റെ മനോഹരമായ ക്രോസിൽ കൗണ്ടെ ഹെഡ് ചെയ്ത് ഗോൾ വല കുലുക്കുന്നു. നൗ ബാർസ 1 ഫ്രാങ്ക്ഫർട്ട് 1. അതെ, സ്വന്തം മൈതാനത്ത് ബാർസലോണ സമനില ഗോൾ നേടുകയാണ്. എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ 50-ാം മിനിറ്റിൽ തന്നെ ബാർസലോണ വീണ്ടും ഫ്രാങ്ക്ഫർട്ടിന് മുന്നിൽ രക്ഷപ്പെട്ടു പോകുന്നു. അവരുടെ ഷോട്ട് ബാർസ ബാറിൽ തട്ടിമടങ്ങുകയാണ്. മത്സരത്തിന്റെ 52-ാം മിനിറ്റിൽ യമാലിന്റെ വളരെ മനോഹരമായ ക്രോസ് വീണ്ടും കൗണ്ടയുടെ തലയിലേക്ക്. ഇത്തവണയും അയാൾക്ക് പിഴച്ചില്ല. ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കി പോസ്റ്റിന്റെ ഇടത്തെ ഭാഗത്തേക്ക് അയാൾ ആ പന്തിനെ പറഞ്ഞയക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് ലാമിൻ യമാലിന്റെ ആ ക്രോസ് തന്നെയാണ്. തളികയിലെന്ന വണ്ണം വളരെ മികച്ച ക്രോസ് ആയിരുന്നു അയാൾ അവിടെ കൊടുത്തത്. വാട്ട് എ അസിസ്റ്റ്! ഒരു ഗോളിന് പിറകിൽ നിന്ന് ബാർസലോണ വെറും 3 മിനിറ്റ് കൊണ്ട് 2 ഗോളുകൾ അടിച്ചുകൊണ്ട് മത്സരത്തിലേക്ക് ഗംഭീരമായി തിരിച്ചു വരുന്നു. ആ 2 ഗോളും സ്കോർ ചെയ്തത് കഴിഞ്ഞ ചെൽസി ബാർസലോണ മത്സരത്തിൽ സെൽഫ് ഗോൾ അടിച്ച കൗണ്ടെ തന്നെയായിരുന്നു. വട്ടെമെ. അതിനിടയ്ക്ക് ഫ്രാങ്ക്ഫർട്ട് സമനില ഗോളിന് വേണ്ടി പലതവണ പൊരുതിയെങ്കിലും ബാർസലോണയുടെ ഗോൾ കീപ്പറും ഡിഫൻസും അവിടെ രക്ഷകൻ ആവുകയായിരുന്നു. അങ്ങനെ മത്സരം അവസാനിക്കുന്നു. ബാർസലോണ 1-2 ഗോളുകൾക്ക് സ്വന്തം മൈതാനത്ത് വിജയിക്കുകയാണ്. അന്നത്തെ പ്രതികാരം ബാർസലോണ ഇവിടെ വീട്ടുകയാണ്. ഫസ്റ്റ് ഹാഫിൽ പൊസിഷൻ കീപ്പ് ചെയ്യുന്നതല്ലാതെ ബാർസയുടെ ഭാഗത്തു നിന്നും വലിയ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. വളരെ മോശം ഫസ്റ്റ് ഹാഫ് എന്ന് പറയേണ്ടി വരും. അതിൽ ഫെർമിനൊക്കെ ഇന്ന് വളരെ മോശം പെർഫോമൻസ് തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഫെർമിനെ മാറ്റി ഡിയോങ് വരികയും അതുപോലെ തന്നെ വിങ്ങിൽ റാഷ്ഫോർഡ് കൂടി വന്നപ്പോൾ ബാർസലോണ കളി തിരിച്ചു പിടിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. റാഷ്ഫോർഡിന്റെ ഒരു ക്രോസിൽ കൗണ്ടെ ഹെഡറിലൂടെ ഗോൾ നേടുന്നു. മികച്ച ക്രോസ് ആയിരുന്നു അത്. പിന്നീട് അതുപോലെ തന്നെ യമാലിന്റെ മനോഹരമായ ക്രോസിൽ കൗണ്ടെ തന്നെ രണ്ടാമത്തെ ഗോളും നേടുകയാണ്. പിന്നെ ലെവയുടെ പെർഫോമൻസ് എടുത്തു തന്നെ പറയണം. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. ഈ സീസൺ കഴിഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ സൗദിയിലേക്ക് തന്നെ അയാൾക്ക് പോകേണ്ടി വരും. കിട്ടിയ ഓപ്പൺ ചാൻസ് ഒക്കെ അയാൾ മിസ് ചെയ്ത് കളയുകയായിരുന്നു. ആ ഒരു ബോളൊക്കെ റാഫീഞ്ഞക്ക് കൊടുക്കുകയാണെങ്കിൽ ഷുവർ ഗോളായിരുന്നു. ഷെൽഫിഷ് കളിയായിരുന്നു ഇന്ന് ലെവ കാഴ്ചവെച്ചത്. ഒരു ഗോളടിച്ച് എങ്ങനെയും കുറച്ചുനാൾ കൂടി പിടിച്ചു നിൽക്കണം എന്ന മെന്റാലിറ്റി.
ലെവയെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ പ്ലെയറിൽ നിന്നും അതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല. മെന്റാലിറ്റി തന്നെ മാറ്റി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓവറോൾ പെർഫോമൻസിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പോലും 3 പോയിന്റും കിട്ടി, അത് തന്നെ വലിയ കാര്യമാണ്. ഇനി അവശേഷിക്കുന്ന 2 മാച്ചുകൾ കൂടിയുണ്ട്. അതിൽ ജയിച്ചുകൊണ്ട് ടോപ്പ് 8-ൽ കയറാൻ ആയിരിക്കും ബാർസയുടെ ശ്രമം. പക്ഷേ ടോപ്പ് 8-ൽ കയറാനുള്ള സാധ്യത കുറവാണെന്ന് പറയണം. മറ്റ് ടീമിൻ്റെ റിസൾട്ട് കൂടി അതിന് അനുകൂലമായി വരണം. നിലവിൽ ഇനിയുള്ള 2 മാച്ചിലും എതിരാളികൾ വീക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫിൽ ഈസിയായി കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.